പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഗബ്രിയേൽ ദൈവദൂതനിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന മംഗളവാർത്ത. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രമാണരേഖകളിൽ 4 പ്രമാണരേഖകളിൽ ഒന്നാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 പുറപ്പെടുവിച്ച ഇന്നഫബാലിസ് ദെയൂസ് എന്ന പ്രമാണരേഖ. സർവ അതീശ്വത്വമുള്ള ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. മാനുഷിക നിശ്ചയത്തിൽ നിന്നും മാറി ദൈവിക നിശ്ചയത്തിന് ദാസ്യത്വം സമർപ്പിക്കുവാൻ തെല്ലും മറിയത്തിൽ ആശങ്ക ഇല്ലാതിരുന്നത് ആ കന്യകയിൽ ഉണ്ടായിരുന്ന അമലോത്ഭവം എന്ന വലിയ ദൈവിക അനുഗ്രഹം കൊണ്ടാണ്. എന്താണ് അമലോത്ഭവം? 5 പടികളായി ചിന്തിച്ചാൽ, 1. സ്വർഗത്തിലെ അഹങ്കാരത്തെ സ്വർഗത്തിൽ നിന്നും നിഷ്കാസനം ചെയ്ത ആ സമയം തിന്മ ഉത്ഭവിച്ചു. സ്വർഗത്തിലെ അഹങ്കാരത്തിലോ ഭൂമിയിലെ തിന്മയിലോ കളങ്കപ്പെടാത്തവളാണ് അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയം. സ്വർഗത്തിലെ അഹങ്കാരം സ്വർഗത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ആ മാലാഖയായിരുന്നു. 2. നാം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ നിയോഗത്തിനായി ഭൂമിക്ക് ദൈവം നൽകിയ പരിശുദ്ധയായ അമ്മയാണ് കന്യകാമറിയം. 3. ദൈവത്തിന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ സ്വർഗത്തിൽ കുറഞ്ഞതൊന്നും സാധ്യമായിരുന്നില്ല. അതിനാൽ ഭൂമിയിൽ പാപലേശമില്ലാതെ ദൈവം കാത്തുവച്ച സ്വർഗമാണ് അമലോത്ഭവയായ അമ്മ. 4. പിശാചിനോട് യുദ്ധം ചെയ്യാൻ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ കാത്തിരുന്ന ആ വലിയ സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ മനുഷ്യരിൽ നിന്ന് ദൈവത്താൽ കരുതിവെക്കപ്പെട്ട സ്വർഗ പരിശുദ്ധിയുടെ നിറകുടമാണ് അമലോത്ഭവയായ അമ്മ. 5. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം. പ്രിയമുള്ളവരെ, ദൈവ പദ്ധതിക്ക് മുൻപിൽ തൻ്റെ പദ്ധതികളെ തിരസ്കരിക്കുവാൻ മനസ്സ് കാണിച്ച പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവ തിരുനാളിൽ നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിലൂടെ നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. ആമേൻ. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാഖചാരി അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. ഭൂലോകനാഥന്റെ അമ്മയാകാൻ നന്ദിയോടോർക്കുന്നു കന്യാസുതർ ഞങ്ങൾ. മേരി മാതാവേ, നിൻ ത്യാഗാർപ്പണം. ഓരോ ഗ്രീഷ്മരാത്രിയിൽ വിധാന നക്ഷത്രമേ, അമ്മേ അമലോത്ഭവേ, സ്വർഗീയ പീഠത്തിൽ അലങ്കാരമേറ്റുന്ന അമ്മേ മനോഹരേ, സ്നേഹാർച്ചന അമ്മയ്ക്കേകിടുന്നീനാ ആത്മാവിൽ ആലയം. കുളിരല ഹിമബിന്ദു ചൂടിയ ധനുമാസരാത്രിയിൽ
തുറക്കാത്ത വാതിൽ പടികളിൽ ഉള്ളിലെ ജീവനാ പൈതലിൻ നോവും തുടിപ്പുമായി നീ അലഞ്ഞു. കാലിത്തൊഴുത്തിനോരത്തിരുന്ന് കണ്ണേ മറ്റെറ്റാതെ കാവലായി. ഉള്ളം നുറുങ്ങുന്ന തണുപ്പിൽ ഉമ്മ പുതപ്പിന്റെ ചൂടു നൽകി. താരാട്ടുപാട്ടിന്റെ ഈണമായി ചേർത്തുറക്കി നിൻ ഹൃദയതാളം. ഉന്നിയെ പുൽകിയുറക്കിയൊരിളം തിന്നൽ. നീയെ പുൽകിയുറക്കിയൊരിളം തിന്നൽ. അമ്മേ നിൻ കാതിൽ മന്ത്രിപ്പൂ മൗനമായി. നന്ദി നന്ദി മാത്രം. നന്ദി നന്ദി മാത്രം. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലരോളി വരശോഭയേകിയ ജെറുസലേം ദേവാലയത്തിൽ മധുചഷക രുചി പകർന്നേകിയ